വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇടയ്ക്കൊരു ബ്രേക്ക് വരും, വീണ്ടും ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ട് കേട്ടോ കുറേ എന്തെങ്കിലുമൊക്കെ ബിസി ഷെഡ്യൂൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ എനിക്ക് കുറച്ച് ആമസോണിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ പർച്ചേസ് ചെയ്തിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി വന്നപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നാൽ ഇന്നൊരു ആമസോൺ ഹോൾ വീഡിയോ ചെയ്യാം. ആമസോൺ എന്ന് പറഞ്ഞാലും ഒന്ന് രണ്ട് സാധനങ്ങൾ വേറെ ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ള ഒരു സാധനം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു എന്താ പറയുക, ഒരു വൈറ്റ് കളർ കോട്ടൺ കുർത്തയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു കുർത്ത ഞാനിങ്ങനെ ഏതോ ഒരു ഏത് ആക്ട്രസ് ഒന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പം ഞാൻ ആ വീഡിയോയിൽ ഇങ്ങനെ കണ്ട് ഞാൻ പിന്നെ എങ്ങനെയോ ആമസോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പം ഈ ഒരു കുർത്ത എൻ്റെ കണ്ണിൽ പെട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു വൈറ്റ് കളർ എനിക്ക് അങ്ങനെ ഇല്ല, വാങ്ങാൻ സമ്മതിക്കാറില്ല എന്നുള്ളതാണ് സത്യം. കാരണം വൈറ്റ് വാങ്ങിയാൽ അറിയാമല്ലോ, എൻ്റെ കയ്യിൽ അത് വാഴത്തില്ല, പെട്ടെന്ന് ഞാൻ അത് അഴുക്കായി പൊയ്ക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാനങ്ങനെ വൈറ്റ് വാങ്ങാറില്ല. അമ്മ എപ്പോഴും പറയും നിനക്ക് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ആയിരിക്കും നല്ലതെന്ന്. കാരണം നമ്മളത് ചീത്തയാക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു വൈറ്റ് കളർ കുർത്ത വന്നിട്ട്. ഇതിൽ ഫുള്ളി ബ്ലാക്ക് ത്രെഡ് എംബ്രോയ്ഡറി ആണോ, നല്ല എന്താ പറയുക, നല്ല ക്വാളിറ്റി ഉള്ളൊരു വർക്കാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഭയങ്കര സിമ്പിൾ, ഒരു ക്ലാസി, ട്രഡീഷണൽ അങ്ങനെയൊക്കെ പറയാം. ഈ ഡ്രസ്സിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. ഇത് ജസ്റ്റ് 489 റുപ്പീസിനാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. 489 ആണ് ഇപ്പോൾ അതിൽ കാണിക്കുന്നത്. എനിക്ക് കിട്ടിയത് 435 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത്. 435 രൂപയ്ക്ക് ഇത് നല്ല കുർത്തയല്ലേ. പ്രൈസ് എനിക്ക് തെറ്റിപ്പോയതാണ്. പക്ഷേ അത്രയും നല്ല മെറ്റീരിയൽ കേട്ടോ, നല്ല കോട്ടൺ, നല്ല മെറ്റീരിയലാണ്. പക്ഷേ ഇതിൽ ലൈനിങ് ഒന്നുമില്ല. ലൈനിങ് ഇല്ലെങ്കിലും നമ്മൾ അത്രയും സൂക്ഷിച്ച് വൈറ്റ് കളർ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ അടിപൊളിയായിട്ട് യൂസ് ചെയ്യും. എനിക്കങ്ങനെ റെഡ് കളർ ഡ്രസ്സുകൾ കുറവാണ്, റെഡ് ഞാൻ യൂസ് ചെയ്യുന്നതും കുറവാണ്. അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ ഇതിനായിട്ട് ഞാനിങ്ങനെ കുറച്ച് റെഡ് ഡ്രസ്സ് നോക്കിയിരുന്നപ്പം ഈ ഒരു പാറ്റേൺ ഉണ്ട്, ഈ ഒരു ചെക്ക് ടൈപ്പ് പാറ്റേൺ കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. കാരണം അങ്ങനെയാണല്ലോ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കുറേ വീഡിയോസിൽ കാണുമ്പോൾ ഭയങ്കര ആ ഒരു ഭംഗി കണ്ടിട്ട് വാങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാറ്റേൺ എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ ഓർഡർ ചെയ്തത് XL സൈസ്. എനിക്ക് പക്ഷേ നല്ല വലുതാണ്. അതുകൊണ്ട് ഈ കൈയൊക്കെ കണ്ടോ, എനിക്ക് നല്ല വലുതായിട്ട് കിടക്കുന്നു. പക്ഷേ കൈയുടെ ഡിസൈനൊക്കെ കൊള്ളാം. ഇവിടെ ഒരു ഒരു കെട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ, ഇതൊരു വീനെക്കാണ്, പ്ലസ് ഇത് ബട്ടണാണ് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടണല്ല, കേട്ടോ. ഓക്കെ, അത്യാവശ്യം ഫ്ലെയറുള്ള ഒരു ഗൗൺ ഡ്രസ്സില്ലേ, ആ ഒരു ടൈപ്പ് ഡ്രസ്സായത്. പക്ഷേ ഈ ഒരു ചെക്ക്, ഈ ഒരു പാറ്റേൺ, ഈ ഒരു ഫ്രണ്ടിൽ കണ്ടോ, ആ ഒരു പാറ്റേൺ കണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ എടുക്കുന്നത്. പക്ഷേ അത്യാവശ്യം വലുതായിപ്പോയി, ലാർജ് മതിയായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. തേർഡ് ഡ്രസ്സ് വന്നിട്ട് ഒരു കുർത്ത സെറ്റാണ്. ഈ ഒരു കുർത്ത സെറ്റ് ഭയങ്കര ക്ലാസി ആയിട്ടുള്ളൊരു കുർത്ത സെറ്റാണ് കേട്ടോ. അതാ നല്ലൊരു വി നെക്ക് ആണ് വരുന്നത്. പക്ഷേ സ്ലീവ്ലെസ് ഇടാൻ ഇഷ്ടമുള്ളവർ ഇത് എടുത്താൽ മതി. കാരണം ഇതിൽ പ്രത്യേകിച്ച് സ്ലീവ്സ് ഒന്നും ഇല്ല. ഭയങ്കര സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു പാറ്റേണിൽ നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ്. പക്ഷേ നല്ല തിന്നായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 539 ആണ്, 539 രൂപയാണ്. നല്ല ലെങ്ത് ഉള്ളൊരു കോട്ടൺ ടോപ്പും അതിൻ്റെ കൂടെ തന്നെ അതേ പാറ്റേണിൽ വരുന്ന ഒരു പാൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് പാൻസ് വന്നിട്ട്, ഒരു പലാസോ പാൻറ്റാണ്. അതിൻ്റെ താഴെ വന്നിട്ട് ഇങ്ങനെ ഒരു ലേസ് വർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഇത് ഞാൻ എടുത്തിട്ടുള്ളത് XL സൈസിലാണ് കേട്ടോ. ഇനി ഒരു ബാഗാണ് കേട്ടോ. ഈ ഒരു ബാഗ് ഓൾറെഡി ഞാൻ ബാഗിൻ്റെ ഒരു സീരീസ് ചെയ്യുന്നുണ്ടായിരുന്നു, വീഡിയോ. ഈ ബാഗ് എങ്ങനെയുണ്ട്, നല്ല രസമല്ലേ, ഒത്തിരി പാറ്റേൺ. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഗ്ലാമി ഗംഗയുടെ ഒരു വീഡിയോയിൽ കണ്ടിട്ടാണ് ഈ ഒരു ബാഗ് ഞാൻ തപ്പി നൈക്കയിൽ തപ്പിയപ്പം ഇത് 1650 രൂപയായിരുന്നു ഈ ഒരു ബാഗിൻ്റെ വില. അങ്ങനെ ഞാൻ മിന്ത്രയിൽ തപ്പിയപ്പോൾ 1470 രൂപയായിരുന്നു. സോ ഞാനത് ഓർഡർ ചെയ്തു. ആ ഒരു ബാഗിൻ്റെ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്താണ് കേട്ടോ ഓർഡർ ചെയ്ത് അത് വന്നപ്പം എനിക്ക് ആ ബാഗെല്ലാം വന്ന് 700-800 രൂപയുടെ വേറൊരു ഏതൊരു മിനി വെസ്റ്റിൻ്റെ തന്നെയാണ്, പക്ഷേ വേറൊരു പൊട്ട ബാഗ്, അതായത് വേറൊരു പാറ്റേണിലുള്ള ബാഗ് കേട്ടോ.
അങ്ങനെ അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. അങ്ങനെ ഞാൻ ഉടനെ തന്നെ, കാരണം അത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ പ്രൊഡക്റ്റ് മാറിപ്പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ കസ്റ്റമർ കെയറിൽ വിളിക്കുക, റിട്ടേൺ അവർ തന്നെ, ഞാൻ റിട്ടേൺ ചെയ്തില്ല, കസ്റ്റമർ കെയറിൽ ആദ്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യണം കേട്ടോ, ഇങ്ങനെ ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് ആണെന്നുള്ളത്. അങ്ങനെ റിപ്പോർട്ട് ചെയ്തപ്പോൾ അവരെന്നെ വിളിച്ചു, ഞാൻ കാര്യം പറഞ്ഞു, പിക്ക് അയച്ചു കൊടുത്തപ്പോൾ അവർ തന്നെ റിട്ടേൺ ആക്കി, പ്രൊഡക്റ്റ് പോയി. വീണ്ടും ഞാൻ അതൊന്ന് ഓർഡർ ചെയ്യാൻ എനിക്കൊരു ധൈര്യം കിട്ടിയില്ല. സോ എനിക്ക് ഈ ബാഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എനിക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പിന്നെയാണ് ആമസോണിൽ തപ്പിയപ്പം ഭാഗ്യത്തിന് ഇത് കിട്ടി. അങ്ങനെ ആമസോണിൽ 1480 രൂപ, 85 എത്രയായിരുന്നു, ഓർഡർ ചെയ്തു. സംഭവം വന്നു. സംഭവം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, മിനി വെസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, മിനി വെസ്റ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ബാഗാണ്. ഒരു ഫസ്റ്റ് ഇങ്ങനെ ഒരു ഒറ്റ സിബ്ബാണുള്ളത്. ഇതിൽ 2 കമ്പാർട്ട്മെൻ്റ് ആയിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സിബ്ബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുമോ. പിന്നെ ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ പോർഷനിലായിട്ടും സിബ്ബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചെറിയ പോക്കറ്റ്സ് അങ്ങനത്തെ ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല ക്ലാസി ലുക്ക്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് വാങ്ങിയതാണ്. ഇനിയും നമുക്ക് ക്യാരി ചെയ്യാം. ഇതിൻ്റെ ഈ ഒരു ലെങ്ത് ഉണ്ടോ, അങ്ങനെയും നമുക്ക് ക്യാരി ചെയ്യാം. നല്ല ബാഗ്. ലാപ്ടോപ്പ് കൊണ്ടുപോകാൻ അത്യാവശ്യം സേഫാണ്, കുഴപ്പമില്ല. പിന്നെ കുറച്ച് കെയർ ചെയ്യേണ്ടി വരും, കാരണം ഇവിടെ അത്ര സേഫ് ഉള്ളതല്ല. ഇവിടെ ഒരു സിബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ബാഗിൻ്റെ കഥ. സാധനം ഞാൻ കുറേ നാളായിട്ട് വിഷ് ലിസ്റ്റ് ചെയ്ത് ആമസോണിൻ്റെ വിഷ് ലിസ്റ്റിൽ കൊണ്ടിട്ടിരുന്ന സാധനമാണ്. വാങ്ങണോ വാങ്ങണ്ടേന്ന് ഞാൻ നല്ല ഡൗട്ട് അടിച്ചിരുന്ന ഒരു സാധനമാണ് കേട്ടോ. കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഫിലിപ്സിൻ്റെ ഹെയർ സ്ട്രെയിറ്റ്നറാണ്. കാരണം സ്ട്രെയിറ്റ്നർ ഒരെണ്ണം വാങ്ങണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. നമുക്കിപ്പം ട്രീറ്റ്മെൻറ്റ് ഇപ്പം ഹെയർ കേളായി, കണ്ടോ ഇവിടെ വരുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും, എൻ്റെ ഹെയർ കുറച്ച് കേളായി വന്നിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാണ്, പെട്ടെന്ന് കുറച്ച് നല്ല വൃത്തിക്ക് ഇരിക്കണമെങ്കിൽ ഹെയർ സ്ട്രെയിറ്റ്നർ വേണം. നല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു സ്ട്രെയിറ്റ്നർ വാങ്ങാമെന്ന്. അങ്ങനെ ഞാൻ തപ്പി കുറേ റിവ്യൂസൊക്കെ കണ്ടിട്ട് ഞാൻ വാങ്ങിയൊരു സ്ട്രെയിറ്റ്നറാണ് കേട്ടോ ഇത്. കാരണം എല്ലാ റിവ്യൂസിൽ അത്യാവശ്യം നല്ലത് പറയുന്നത് ഫിലിപ്സിൻ്റെയാണ്, കേളറിൻ്റെ ആവശ്യമില്ല. അങ്ങനെ വാങ്ങിയതാണ്. ഇപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് അറൗണ്ട് 3000 ആയി. ഒരു പവർ ബട്ടൺ ഉണ്ട്. ഇവിടെ നമ്മുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് സംഭവം ഞാൻ യൂസ് ചെയ്തു. ഇത് ഒരു നമ്മൾ ഹെയർ ഇപ്പം കേളായിരിക്കുന്ന സാധനം എന്താ പറയുക, അത്യാവശ്യം ഒരു 3 തവണയൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാം സെറ്റായി വരും കേട്ടോ. പക്ഷേ ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒത്തിരി യൂസ് ചെയ്ത് നോക്കിയില്ല. പക്ഷേ യൂസ് ചെയ്തിട്ട് അവന് ഭയങ്കര കുറേ നേരം ലാസ്റ്റിംഗ് ആയിട്ടൊന്നും നിൽക്കുന്നില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഒരു അത്യാവശ്യ യൂസിനാണ്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഈ സാധനം കൂടെ വാങ്ങിയിട്ടുണ്ട്. ഇതെന്തായാലും സ്ട്രെയിറ്റ്നർ വാങ്ങുമ്പോൾ ഇത് വാങ്ങാൻ മറക്കരുത്. ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും വാങ്ങാം. ഞാൻ ഇപ്പോൾ BBLUNTൻ്റെ ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റൻറ്റ് സ്പ്രേ ചെയ്തിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ ഹെയർ ഫുൾ ഡാമേജ് ആയി പോകും. സോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇതിൽ 499 കിടക്കുന്നത്. എനിക്ക് കിട്ടിയത് അറൗണ്ട് ഇതെനിക്ക് 400-നാണ് കിട്ടിയത്. 499 ഇതിൽ പ്രൈസ് ഇട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് കിട്ടിയത് 400-നാണ്. അപ്പോൾ ഈ 2 സാധനങ്ങളും കൂടിയാണ് ഞാൻ വാങ്ങിയത്. പിന്നെ ഒരു സാധനം കൂടി കാണിച്ചു തരാം. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. ഇതിപ്പോൾ കാണിച്ചു തരാമെന്ന് വെച്ചാൽ വേറെ ഞാൻ എന്തായാലും ഒരു ഹോൾ വീഡിയോ ചെയ്യില്ല, അതും കൂടി കാണിച്ചു തരാം. അതൊരു കിടിലൻ ആയ സാധനമാണ്, വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഈ സംഭവം. ഇതിൻ്റെ പ്രൈസ് ആർക്കെങ്കിലും ഗസ് ചെയ്യാവോ? കാണാൻ അടിപൊളി ഒരു ഹീൽസാണത്. ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ ഒരു ടൈയൊക്കെ വെച്ചിട്ട് ഭയങ്കര ഗ്ലേസിങ് ഉള്ളൊരു ഷൂസാണ്. ഇതിൻ്റെ പ്രൈസ് ആർക്കെങ്കിലും ഗസ് ചെയ്യാവോ? അത്യാവശ്യം നല്ല ഹീൽസ് ഉണ്ട്, സൂപ്പറായിട്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വെറും 350-ക്കാണ് എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടിയത്. ഇതിനി ഫ്ലിപ്കാർട്ടുകാർക്ക് തെറ്റിയതാണോ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. കാരണം പെട്ടെന്ന് ഞാൻ ഈ ഒരു ഹീൽസ് കണ്ടപ്പം 350 ആണെന്ന് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർഡർ ചെയ്തതാണ്. ഇത് സൈസ് വന്നിട്ട് 8 ആണെന്ന് തോന്നുന്നു, 8 സൈസാണ്. പക്ഷേ വെരി നെക്സ്റ്റ് ഡേ നോക്കിയപ്പം 450 ആയി. ഞാൻ ചോദിച്ചാൽ ഓക്കെ. വീണ്ടും പിറ്റേന്ന് ഞാൻ ഒന്നും കൂടെ, നമ്മൾ നോക്കുമല്ലോ ഓരോ ദിവസം ഈ പ്രൊഡക്റ്റ് കിട്ടുന്നവരെ നമ്മൾ അതിൻ്റെ പ്രൈസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ
അങ്ങനെ നോക്കിയപ്പം 650 ആയി. ഞാൻ ഇതെന്താ, അപ്പോൾ എനിക്ക് കിട്ടിയതാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, പിന്നീട് അതിൻ്റെ റിട്ടേൺ ഓപ്ഷനൊക്കെ അവർ ക്യാൻസൽ ചെയ്ത് വെച്ചേക്കുവാണ്. എനിക്കറിയത്തില്ല എന്താണെന്ന്. അത് ഞാൻ ഓർഡർ ചെയ്യുന്നവരെ ക്യാൻസൽ റിട്ടേൺ ഒക്കെ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ ഓർഡർ ചെയ്യുക. കാരണം ഇത്രയും കുറവ് പ്രൈസിൽ വരുമ്പോഴേ നമുക്കൊരു ഡൗട്ടാവുമല്ലോ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ കിടക്കുന്ന പ്രൈസ് വന്നിട്ട് 700 ആണ്. എപ്പോഴെങ്കിലും നിങ്ങൾക്കിത് വേണമെങ്കിൽ ഒന്ന് വിഷ് ലിസ്റ്റ് ചെയ്ത് ഇട്ടോളൂ. എപ്പോഴെങ്കിലും പ്രൈസ് കുറയുകയാണെങ്കിൽ അപ്പോൾ പോയി പർച്ചേസ് ചെയ്തോളൂ. എന്തായാലും ആ ഒരു പ്രൈസിന് അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ്. പക്ഷേ എനിക്ക് തോന്നുന്നു കടയിലൊക്കെ എന്തായാലും 700-ന് കിട്ടാനേ ചാൻസ് ഉള്ളൂ. അത്രയും നല്ലൊരു ഹീൽസ് കേട്ടോ. ഇത്രയാണ് ഈ ഒരു കുട്ടി ഹോൾ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നത്. ഇനി കൂടുതൽ സാധനങ്ങളൊന്നും കാണിക്കാനില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കാണിച്ചു തന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 2K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. അത് എൻ്റെ ലൈഫിൽ വലിയൊരു കാര്യമാണ്. 2K കഴിഞ്ഞു. ഇനി എന്തായാലും നമ്മൾ 5K or 10Kയിൽ നമ്മളൊരു ഗിവ് എവേ നടക്കുന്നതായിരിക്കും. അപ്പോൾ അതെന്തായാലും ഞാൻ ഈ വീഡിയോയിലൂടെ പറയുകയാണ്. 5K ആവട്ടെ, എന്നിട്ട് നമ്മൾ ഗിവ് എവേ എന്താണ്, ഗിഫ്റ്റ് എന്താണ് എല്ലാം ഞാൻ പറയാം കേട്ടോ. ബൈ.